ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ നമ്മുടെ സരയു ആ രണ്ട് ഗുണ്ടകളെ, അതായത് പയസിന്റെ കൂട്ടുകാരന്മാരുണ്ടല്ലോ, അവരെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അങ്ങനെ അവരോടായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ പയസ് എവിടെയുണ്ടെന്നുള്ളത് കാര്യം? അപ്പൊ ഇല്ല, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സരയു പറയുന്നുണ്ട്, എന്തായാലും അവനൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അവനത് ചെയ്യാൻ സാധിച്ചില്ല. അപ്പൊ അവര് പറയാണ്, എന്തായാലും ഒരുത്തിയെ കുത്തിയല്ലോ, ആള് മാറിയിട്ടാണെങ്കിലും എന്ന് പറയുമ്പോൾ, ഒരുത്തിയല്ല അതെന്റെ അമ്മയാണ് എന്ന് സരയു പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം അമ്മയൊന്നും അല്ലല്ലോ, വളർത്തമ്മയല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ അവനായൊരു കാര്യം ചെയ്തിരുന്നെങ്കിൽ എനിക്കിപ്പോ പണി കുറെ കുറഞ്ഞാന്. എന്തായാലും അവനോട് സൂക്ഷിക്കാൻ പറയണം. അവനോട് പോലീസിന്റെ പിടിയിലോ കിരണിന്റെ പിടിയിലോ ഒന്നും പെടരുതെന്ന് പറയണം. കിരൺ അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അതവൻ സൂക്ഷിച്ചോളും. എന്തായാലും കുറച്ച് പൈസ ഞാൻ തരാം, നീ ഇത് അവന് കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം. അപ്പൊ ആ സമയത്ത് സരേ പറയുന്നുണ്ട്, നിങ്ങൾ ഈ പൈസ അവന് കൊടുക്കില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ, ഇല്ല ഞങ്ങൾ കൊടുക്കും എന്നും പറഞ്ഞിട്ട് ആ പൈസ അങ്ങ് വാങ്ങിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് പയസിനോട്, അഥവാ ഇനി പിടിക്കപ്പെട്ടാൽ എൻ്റെ പേര് പറയരുത് എന്ന് പറയണം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞ്, എന്നാൽ ശരി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സരയെ അവിടെ നിന്നും പോവുകയാണ്. അപ്പൊ ഈ രണ്ട് കൂട്ടുകാരന്മാർ പറയുന്നുണ്ട്, എന്തായാലും രക്ഷപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഇവള് തന്ന പൈസ കഴിഞ്ഞിരിക്കായിരുന്നു, എങ്ങനെ ഇനി പൈസ രണ്ടാമത് ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇവള് രണ്ടാമത് പൈസ കൊടുത്തത്. എന്തായാലും നന്നായി എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും പയസിനൊന്നും ആ പൈസ ഇവർ കൊടുക്കുന്നില്ല. ഇവർ രണ്ടുപേരും അത് ദൂർത്തടിച്ച് കളയുകയാണ്. പയസാണെങ്കിൽ പേടിച്ച് വിറച്ച് ഒളിവിൽ അങ്ങനെ കിടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രസേനനും രൂപയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് രൂപ പറയുന്നുണ്ട്, അല്ല താരയുടെ കാര്യത്തിൽ ഇങ്ങനെ വിട്ടാൽ മതിയോ, നമുക്ക് എന്തായാലും താരയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം, ഇവിടെ നിർത്താം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെ, കല്യാണിമോൾ എത്ര ശ്രമിച്ചിട്ടും അവളുടെ മനസ്സിലെ വിഷമം പറഞ്ഞില്ല. എന്തായാലും ഞാൻ വിളിച്ച അവള് വരാതിരിക്കില്ല, അവൾ എന്തായാലും വരും എന്ന് പറയുന്നുണ്ട് ചന്ദ്രസേനൻ. അങ്ങനെ ആ സമയം തന്നെ അവിടേക്ക് സരൈ വരികയാണ്. അങ്ങനെ സരൈ വന്നിട്ട് പറയുന്നുണ്ട്, ആന്റി എന്ന് പറയാണ്. അപ്പൊ അല്ല മനോഹർ എന്തായാലും നാളെ പരോൾ ഇറങ്ങുമല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ ഇറങ്ങും. അപ്പോൾ എന്തായാലും മനോഹറിനെ വിളിക്കാൻ പോകുന്നത് ഞാനാണ് എന്ന് സരയും മറുപടി പറയുന്നത് കേട്ടിട്ട് രൂപയും ചന്ദ്രസേനൻ ഞെട്ടുകയാണ്. ആണോ, സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? എന്തായാലും അവനുമായിട്ടൊരു ദാമ്പത്യ ജീവിതമൊന്നും ഭാര്യ ഭർത്ത ജീവിതമൊന്നും ഞങ്ങൾ തമ്മിലുണ്ടാവില്ല. പക്ഷേ എന്റെ മോളെ അവന് ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് അതിനി ഞാൻ നിരസിക്കുന്നില്ല. കല്യാണിയും കിരണൊക്കെ പറഞ്ഞ പോലെ തന്നെ അവന് കുഞ്ഞിനെ കണ്ടിട്ട് പൊക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, മോളെ നിന്റെ ഒരു മാറ്റം നല്ലത് തന്നെയാണ്. അവന് തെറ്റുകളൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ ഗംഗപ്രസാദിനെ കൊന്നത് അവനല്ലേ? എല്ലാവരുടെയും പേടി സ്വപ്നമായിട്ടുള്ള അവനെ കൊന്നത് മനോഹറാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രൂപയും പറയുന്നുണ്ട്, അത് ശരിയാണ്. മോളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു, മോളും ഏതൊക്കെ രീതിയിൽ ഞാൻ നിന്നെ വളർത്തിയതാണ്, ഏതൊക്കെ സൗഭാഗ്യത്തിൽ നിന്നെ ഞാൻ വളർത്തിയാണ്. എൻ്റെ മക്കൾക്ക് പോലും അത്രയും നല്ല സൗഭാഗ്യം ഞാൻ കൊടുക്കാതെയാണ് നിന്നെ വളർത്തിയത്. എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ ആയില്ലേ? നീ തെറ്റുകളിലൂടെയല്ലേ പോയത്, ഇപ്പോഴല്ലേ നീ തിരുത്തിയത്. അതുപോലെ അവനെ തിരുത്താനും അവനെ ശാസിക്കാനും ചെറുപ്രായത്തിൽ ആരും ഉണ്ടായില്ല. അച്ഛനമ്മയില്ലാതെ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ വളർന്നവനാണ് മനോഹർ. അപ്പൊ അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറ്റിയത് ആർക്ക് വേണമെങ്കിലും നമുക്ക് ക്ഷമിക്കാം മോളെ എന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചിട്ടുള്ളത്. എല്ലാം അവൻ വന്നു കഴിഞ്ഞാൽ നിന്റെ വീട്ടിലോട്ട് വരൂലേ എന്ന് ചോദിക്കുമ്പോൾ അത് അവിടേക്കാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താരയ്ക്ക് എന്തായി മോളെ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ അവിടെ ഇല്ല, ഏതൊരു അമ്പലത്തിലോട്ട് പോയിരിക്കാൻ, ഏതോ ഒരു മഹാദേവ ക്ഷേത്രം ഇല്ലേ എന്ന് ചോദിക്കാൻ. അത് അവൾക്ക് അവിടെ പ്രിയപ്പെട്ടതാണ്, അവൾക്ക് ആ ദൈവത്തെ വലിയ വിശ്വാസമാണ്, അവിടെ പോയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ സരയും. അപ്പോഴും താരയെ കാണാനില്ല എന്ന കാര്യം ആരോടും പറയുന്നില്ല സരയും. അങ്ങനെ ആ സമയത്ത് എന്തായാലും അവിടെ താമസിച്ചതിന് ശേഷം നീ മനോഹരനെയും കൊണ്ട് ഇവിടേക്ക് വരണം, ഇവിടെ ഒരു ദിവസം നിൽക്കണം എന്ന് പറയുമ്പോൾ, ശരി ആന്റി വന്നോളാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി മോളെ ഒന്നാ ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ സാരി അവിടെ നിന്നും അവരോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അതിനുശേഷമാണെങ്കിൽ ലക്ഷ്മി അമ്മയും കാർത്തികയും അതുപോലെ തന്നെ രതീഷും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പൊ അവരും ഈ പറയുന്ന ഇവനൊക്കെ തന്നെ പറ്റി പറയുകയാണ്. അപ്പൊ ആ സമയത്ത്, അല്ല ഈ കല്യാണിയെ കുത്തിയവനെ പറ്റി ഒരു വിവരവും ഇല്ല. എന്തായാലും മനോഹർ പുറത്തിറങ്ങുന്നത്, മനോഹറിനെ ആ സാരി സ്വീകരിക്കുന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയം തന്നെ അവിടേക്ക് കിരൺ വരികയാണ്. അങ്ങനെ കിരൺ വന്നിട്ട് രതീഷിനോട് പറയുന്നുണ്ട്, രതീഷേ അവൻ ആ പയസിനെ പറ്റിയിട്ടുള്ള സകല ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്, നാളത്തോടുകൂടി അവനെ പൊക്കണം, അവൻ എവിടെയുണ്ടെന്ന് കറക്റ്റ് കാര്യങ്ങൾ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ
അവനെ പൊക്കിക്കഴിഞ്ഞാൽ അറിയണം അവന്റെ പിന്നിൽ ആരാണെന്നുള്ളത്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നുള്ളത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതിന് വേണ്ട കാര്യങ്ങൾ സാറിൻ്റെ ഒപ്പം ഞാനും തന്നെ ഉണ്ടാകും എന്നൊക്കെ രതീഷും പറഞ്ഞു. അങ്ങനെ സൂക്ഷിക്കണം എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി അമ്മയും കാർത്തികയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരും ലക്ഷ്യം വെച്ചിട്ടുള്ളത് കല്യാണിയെയാണ്. അത് പയസ് അവൻ വിക്രത്തിന്റെ കൂട്ടുകാരനാണ്. അവൻ ഗംഗപ്രസാദിന്റെ കൂട്ടുകാരന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ ആയിരിക്കും ലക്ഷ്യം വെക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയു, അപ്പോൾ സരയു ആണെങ്കിൽ സരയുവിന്റെ കയ്യിലൊരു വിഷക്കുപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വീടിൻ്റെ ഉള്ളിൽ. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ അമ്മ കല്യാണിക്ക്, ആ താര എന്ന് പറയുന്ന കല്യാണിക്ക് കൊല്ലാൻ കൊടുത്ത വിഷമാണ്, അതെന്തായാലും അവൾ ചെയ്തില്ല. ഇനി എന്തായാലും ഇത് മനോഹറിനുള്ളതാണ്, മനോഹറിനെ ഞാൻ കൊല്ലും, അവന്റെ അവസാന പരോൾ ഇറങ്ങലായിരിക്കും, ഇനി എന്തായാലും അവനൊരു പരോൾ ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഈ പറയുന്ന ജയിലിൽ തന്നെയാണ് നമ്മുടെ പ്രകാശനും മനോഹറും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മനോഹർ നല്ല സന്തോഷത്തിലാണ്. അപ്പോൾ അങ്കിളെ ഞാൻ എന്നാ പോയിട്ട് വരട്ടെ. പോയിട്ട് വാടാ, എന്തായാലും ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം ഒന്നിച്ച് സന്തോഷത്തോട് കഴിഞ്ഞിട്ട് വാടാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം പിന്നെ പോയി വന്നിട്ട് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം. ഞാൻ ഇവിടെ കിടന്ന് വിഷമിക്കുമെന്ന് കരുതിയിട്ട് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും എല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്കിൾ അതൊന്നും പേടിക്കേണ്ട, എന്തായാലും കിരൺ സാർ ഉണ്ടല്ലോ എല്ലാത്തിനുമായിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം അതെ, നീ പോയിട്ട് നീ സമാധാനമായിട്ട് വായോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ മനോഹറിനെ അവിടെ നിന്നും യാത്രയാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികൾ പറയുന്നുണ്ട്, അതെ അവനൊരു മാറ്റം, അവന് ഇനി ആരെയും പേടിക്കാതെ ജീവിക്കല. അതെ അങ്ങനെ തന്നെയാണ്. എന്തായാലും മക്കളെ വളർത്തുമ്പോൾ തല്ലിയൊക്കെ തന്നെ വളർത്തണം, എന്നാൽ മാത്രമേ നമുക്ക് അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം തരാൻ അവരെ ഉണ്ടാവുകയുള്ളൂ എന്നിങ്ങനെ നമ്മുടെ പ്രകാശനം പറയുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ സരയും ജയിലിന്റെ പുറത്ത് അങ്ങനെ മനോഹറിനെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവനെ കണ്ട് ആദ്യം ഒന്ന് ദേഷ്യം മുഖം പിടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് മുഖത്തെ ഭാവം മാറ്റുകയാണ്, പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ സരയുവോ എന്ന് ചോദിക്കുന്നുണ്ട്. സരയു എന്നെ കൂട്ടാൻ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പം അതെന്തായാലും സാരില്ല വാ. അപ്പോൾ ആ സമയത്ത് നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുന്നതിൽ അത് എനിക്ക് അതിയായ സന്തോഷം മാത്രമേ ഉള്ളൂ, എനിക്കതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി എന്തായാലും ആത്മാർത്ഥമായി തന്നെ സരയുവിനെ സ്നേഹിക്കും, അതിന് സരയുവിന് എന്ത് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കാര്യം പറയുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് എന്തോ വല്ലാത്ത ദേഷ്യമാണ് മനോഹറിനോട്. മനുവേട്ടനെ ഞാൻ ഇപ്പോൾ സ്നേഹിക്കുന്നതിൽ എൻ്റെ താരാമ്മയ്ക്ക് തീരെ ഇഷ്ടമില്ല എന്ന് പറയുന്നുണ്ട്. അത് അമ്മയെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല സരയു എന്ന് മനോഹർ മറുപടി പറയുന്നുണ്ട്. അവരുടെ ഭാഗത്ത് നിന്ന് ആരായാലും ഇങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുള്ളൂ, സ്വന്തം മകളെ ചതിച്ചത് ഞാനല്ലേ, അപ്പൊ പിന്നെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം ഈ കല്യാണിയെ കൊലപ്പെടുത്താൻ വന്ന ആളെ പിടികൂടിയോ അപ്പൊ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ഗംഗപ്രസാദിന്റെ ആൾക്കാരായിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ല, അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി അമ്മയും കാർത്തികയല്ലേ ലക്ഷ്യം വെക്കുക എന്ന് സരയും മറുപടി പറയുന്നുണ്ട്. അതെ അത് ശരിയാണ്, ഇതിപ്പോ വിക്രത്തിന്റെ കൂട്ടുകാരന്മാരായിരിക്കും, ഒരു പക്ഷേ വിക്രത്തിന്റെയും ഗംഗപ്രസാദിന്റെയും കൂട്ടുകാർ ഒന്നിച്ചോ എന്നൊന്നും പറയാനും പറ്റില്ല എന്നിങ്ങനെ നമ്മുടെ മനോഹർ പറയുമ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞു. എന്തായാലും കേറ് എന്ന് പറഞ്ഞ അങ്ങനെ അവൾ അങ്ങനെ കയറിൽ കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അതിന്റെ കല്യാണിയും കിരണം നല്ല ദമ്പതികളാണെന്നൊക്കെ പറയുമ്പോൾ സരയു പറയുന്നുണ്ട്, സര ഇങ്ങനെ മനസ്സിൽ കയറുന്ന കല്യാണിയും കിരണം അല്ലടാ, ഞാനും കിരണമാടാ നല്ല ദമ്പതികൾ, നിന്നെ അവസാനിപ്പിച്ചിട്ട് വേണം എനിക്ക് കിരണിനെ നേടിയെടുക്കാനായിട്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിച്ചിരിക്കുന്ന നമ്മുടെ സരയുവിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.